കോട്ടയം വൈൽഡ് ലൈഫ് വാർഡന്റെ ഉറപ്പും പാഴായി. ഉപ്പുതറ കാക്കത്തോടിലെ ഹാങ്ങിംഗ് ഫെൻസിംഗ് ചാർജ് ചെയ്തില്ല. കാക്കത്തോട് കാട്ടാന ശല്യത്തിൽ വലയുകയാണ്. കഴിഞ്ഞ ദിവസവും കാട്ടാന ഏക്കർ കണക്കിന് കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു. ഫെൻസിംഗ് മെയ് 27-നുള്ളിൽ ചാർജ് ചെയ്യുമെന്നായിരുന്നു കോട്ടയം DFO N രാജേഷ് കർഷകർക്ക് നൽകിയ ഉറപ്പ്. ഉപ്പുതറ പഞ്ചായത്തിലെ കാക്കത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ കീഴിലാണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മാണത്തിന് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാക്കത്തോട്, മാക്കപ്പത്താൽ, കൂപ്പുപാറ, മുത്തമ്പടി, കോതപാറ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന 8 കിലോമീറ്റർ ദൂരത്താണ് ഹാങ്ങിംഗ് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. 2 കരാറുകാരാണ് ഫെൻസിംഗ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും വേഗതയില്ല. ആവശ്യത്തിന് വേണ്ട തൊഴിലാളി ഇല്ലാതെയാണ് നിർമ്മാണം നടത്തുന്നത്. രണ്ടാമത്തെ ആൾ നിർമ്മാണം ആരംഭിച്ചിട്ട് പോലുമില്ല. കരാർ എടുത്തിട്ട് മാസങ്ങൾ കഴിയുകയും ചെയ്തു. പ്രദേശം കാട്ടാനയുടെ ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. കാട്ടാന ശല്യം ഉയർന്നപ്പോൾ സ്ഥലത്തെത്തിയ DFO ഈ മാസം 27-ന് മുമ്പായി പണി തീർന്ന കാക്കത്തോടിലെ ഫെൻസിംഗ് ചാർജ് ചെയ്ത് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഫെൻസിംഗ് തീരാനുണ്ട്. ഒരു 2 കിലോമീറ്റർ ഉള്ള ഒരു ഫെൻസിംഗ്, പിന്നെ ഒരു 6 കിലോമീറ്ററിന്റെ ആണ് തീരാനുള്ളത്. അപ്പോൾ അത് നമ്മുടെ ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആണ്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള ഹാങ്ങിങ് സോളാർ ഫെൻസിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ് സോളാർ ഫെൻസിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഹൗസിംഗ് സൊസൈറ്റിയാണ് ആ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ വർക്ക് ഇപ്പോൾ 2 കിലോമീറ്ററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അത് ചാർജ് ചെയ്താൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഇഷ്യൂ, ഈ കാക്കത്തോടുള്ള ഒരു ഇഷ്യൂ പ്രധാനമായിട്ട് തീരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നും അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് ഈ ബുധനാഴ്ചയ്ക്കകം അത് ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഉറപ്പ് ഇപ്പോൾ പാഴായിരിക്കുകയാണ്. പ്രദേശം കാട്ടാന ശല്യത്തിൽ വലയുകയാണ്. കഴിഞ്ഞ ദിവസം DFO ആയിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ബുധനാഴ്ച അമ്പലക്കടവ് മുതൽ മാക്കപ്പത്താൽ വരെയുള്ള ഭാഗങ്ങളിലെ ഫെൻസിങ്ങിന്റെ പണി പൂർത്തീകരിച്ചു. അവിടെ ബാറ്ററി വെച്ചുകൊണ്ട് ഫെൻസിങ് കമ്മീഷൻ ചെയ്ത് കൊടുക്കാം എന്ന് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരുന്നു. പക്ഷേ ഇതുവരെ ബാറ്ററി വന്നിട്ടില്ല. കോൺട്രാക്ടർ നമ്പർ ആർക്കും അറിയത്തില്ല. പോലീസ് കംപ്ലൈൻറ്റ് സൊസൈറ്റിക്ക് ഇവർ കൊട്ടേഷൻ കൊടുക്കുകയും അവിടെ നിന്നാണ് 2 കോൺട്രാക്ടർമാർ ഈ പണി പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വർക്ക് നടത്തുന്നവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കോൺട്രാക്ടർ നമ്പർ എനിക്ക് അറിയത്തില്ല എന്നാണ് പറയുന്നത്. അവസാനം ഞങ്ങൾ രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ കോൺട്രാക്ടറോട് ചോദിച്ചിട്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു. ഇത്തരം ഈ പണികൾ പിടിക്കുന്നവർ നമ്പർ പോലും കൊടുക്കാൻ പറ്റത്തില്ലാത്തവൻ ഇത്തരം പണി പിടിക്കാതെ വേറെ പണി നോക്കി പോകണം. അത് തന്നെയുമല്ല, ഈ ഇത്രയും നാളുകളായിട്ട് പണി പൂർത്തിയാകാതിരിക്കുന്ന പ്രവണത ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വെല്ലുവിളിയാണ്. വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ കരാറുകാരുമായി ഒത്തുകളിക്കുന്നതിന്റെ ഭാഗമായാണ് കരാറുകാർ നിർമ്മാണം ചെയ്യാൻ വൈകുന്നതും ചാർജ് ചെയ്യാൻ വൈകുന്നതും എന്നാണ് ആരോപണം ഉയരുന്നത്. ഫോൺ വിളിച്ചാൽ പോലും കരാറുകാരനോ DFOയോ ഇപ്പോൾ ഫോൺ എടുക്കാറില്ല. കഴിഞ്ഞ ദിവസം നിമിടമാനത്തിൽ നിന്നും തേക്കിൻകുപ്പ് കടന്നാണ് കാട്ടാനകൾ കർഷകരുടെ ഭൂമിയിലെത്തി കൃഷി നശിപ്പിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായിരിക്കുന്നത്. കാക്കത്തോട്ടിലെ കർഷകർ സംഘടിച്ച് വനം വകുപ്പിനെതിരെ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.